വിജയണ്ണന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് തിരുപ്പാച്ചി. എല്ലാവരും പാക്ക് അതും കണ്ട് ഒരുത്തൻ ഒഡീഷയിൽ പണിവെച്ച ഒരു അവതാരമാണ് ധർമ്മ. തിരുപ്പാച്ചിയിൽ നമ്മുടെ വിജയണ്ണ ആൾക്കാരെ കൊല്ലണത് സിറ്റി സേഫ് ആക്കാൻ വേണ്ടിയാ. എന്നാ ഇവിടെ നമ്മുടെ ധർമ്മ വില്ലന്മാരെ കൊല്ലണത് തുടക്കത്തിൽ അമ്മയ്ക്ക് വേണ്ടി, പിന്നെ കൂട്ടുകാരന് വേണ്ടി, അതും കഴിഞ്ഞ അനീതിക്ക് വേണ്ടി. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അതിലത്തെ പെണ്ണ് കാണൽ സീൻ പോലെ തന്നെ ഇതിലും. എന്നാ ഇവിടെ നമ്മുടെ അളിയൻ അത് റൊമാൻറ്റിക് തിരുപ്പാച്ചിയിലത്തെ തങ്കച്ചി പാസത്തിനേക്കാളും ധർമ്മയുടെ പാസ് അവിടെ ത്രിബിൾ സ്ട്രോങ്. പെങ്ങടെ കല്യാണ സമയത്ത് ധർമ്മയുടെ ഓവർ ആക്ടിങ് കാരണം അവിടെ നിൽക്കണ പയ്യൻ വരെ നോക്കിയിട്ട് പറയും, ഇവനിതൊന്ന് തേങ്ങ കാണിക്കണ. തിരുപ്പാച്ചിലെ പോലീസ് ഓഫീസർക്ക് അത്ര ആഡംബരം ഉണ്ടോന്നല്ല, എന്നാ ഇതിലത്തെ പോലീസുകാരി ഒരു പെൺപുലിയാണ്. ധർമാനേക്കാളും വലിയ അവതാരമാണ് ഇത്. ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം. നമുക്കൊക്കെ ജീവിതത്തിനുള്ളിലെ പ്രശ്നം, പക്ഷെ ധർമ്മയ്ക്ക് പ്രശ്നത്തിനുള്ളിലാണ് ജീവിതം. ഈ സ്ട്രെസ്സിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ധർമ്മ ക്രാവിന്റെ ഒപ്പം പോയിട്ട് ഇടയ്ക്ക് ഒരു ഡാൻസ് അങ്ങോട്ട് കളിക്കാറുണ്ട്. ബാക്കിയുള്ളവരെ പോലെ സ്വിറ്റ്സർലാൻഡിലും മറ്റു കൺട്രിയിലും ഒന്നുമല്ല ധർമ്മ ഡാൻസ് കളിക്കുക. കാരണം ധർമ്മയുടെ 5 പൈസ ഇല്ല. ആരപ്പൊക്കെ ഇടി കൂടിയാലും ധർമ്മ സ്കിൻ കെയറിന്റെ കാര്യത്തിലൊക്കെ പക്കാ നീറ്റാ. ചെറുപ്പമായി കാണപ്പെടും. വിജയണ്ണന്റെ കൂട്ടുകാരൻ ഭയങ്കര പാവായിരുന്നു. എന്നാ ധർമ്മയുടെ കൂട്ടുകാരൻ കുറച്ച് ഓവർ ടാലന്റഡ് ആണ്. പുള്ളിക്ക് ലൈനൊക്കെ ഉണ്ട്. എന്റെ കഴിവിന്റെ ഭാഗമായിട്ട് നാട്ടുകാര് ഒരു അംഗീകാരം പോലെ അതിനെ തല്ലിക്കൊന്ന് കുഴിച്ചിടും. പല്ലീനും പാറ്റാനും കൊല്ലണ ലാഘവത്തോട് കൂടിയ ധർമ്മ വില്ലന്മാരെ കൊല്ലണത്. അങ്ങനെ ധർമ്മ വില്ലന്മാരും തല്ലിക്കൊന്ന് അനീത്തിനെ രക്ഷിച്ച് ആളുടെ ക്രാവിന്റെ ഒപ്പം ശിഷ്ടകാലം ജീവിച്ചു. முதல்ல உங்க ப்ராப்ளம் என்ன? என் மூத்த பேத்தி கல்யாணம்